ആർക്കും സംഭവിച്ചതല്ല, എൻ്റെ 2 ഫ്രണ്ട്സിന് തന്നെ പണി കിട്ടിയതാണ്. ദെൻ നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ, സെക്കൻഡ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, നമുക്ക് മൂന്നാമത് വരുന്നത് ഡെപ്പോസിറ്റ് ആണ്. ഈ ഡെപ്പോസിറ്റ് കൂടെ കഴിഞ്ഞ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ജോയിൻ ലെറ്റർ കിട്ടുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞൊരു 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ജോബിന് കയറാനുള്ളതാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുന്ന വോയിസ് എൻ്റെ 2 ഫ്രണ്ട്സ് OLXൽ പോയി ജോബ് അപ്ലൈ ചെയ്തു. ഒരു ബില്ലിംഗ് റിസപ്ഷനിൽ സ്റ്റാഫ് അങ്ങനത്തെ ജോലിയായിരുന്നു. ബാക്കി പ്രോസസ്സൊക്കെ സെയിം ആയിരുന്നു. പക്ക പ്രൊഫഷണലായിട്ട് ഇവർ ഡീൽ ചെയ്തു. നിങ്ങൾക്ക് ജോബ് ഉറപ്പായതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ പേയ്മെന്റ് വരുന്നുള്ളൂ കേട്ടോ. ഈ പേയ്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് റീഫണ്ടബിൾ ആണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ട്രെയിനിങ് പീരീഡിലെ സാലറിക്ക് ഇപ്പം നമ്മളിത് തിരിച്ചു തരുന്നതാണ്. സോ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആക്സസറീസിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിത് ഈ ഡെപ്പോസിറ്റ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. മാം അത് നേറ്റിംഗിലല്ലേ വർക്ക്? നമുക്ക് നെയ്യാറ്റിങ്കര ആലിമൂടിന്റെ അടുത്താണ് വരുന്നത് കേട്ടോ. നമുക്ക് കമ്പനി വെയർ ഹൗസ് വരുന്നത് നമുക്ക് ആമസോണിന്റെ ആണ് കേട്ടോ വരുന്നത്. പറഞ്ഞു നെക്സ്റ്റ് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. മാം ഇത് ഇന്റർവ്യൂ ഓൺലൈൻ ആണോ? സോ ഡയറക്റ്റ് നിങ്ങൾ ബാംഗ്ലൂർ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ നിങ്ങൾ ഡയറക്റ്റ് വരുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്റർ. സോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഈ ജോയിൻ ലെറ്റർ ഒരാൾക്ക് അയച്ചു, ഒരാൾക്ക് അയച്ചില്ല. അപ്പം ഒബ്വിയസ്ലി രണ്ടാമത്തെ ആൾ ചോദിച്ചു, എനിക്ക് ജോയിൻ ലെറ്റർ വന്നില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് അവർ ബ്ലോക്കാണ് ചെയ്തത്. പിന്നെ ഒരു വിവരവും ഇല്ല, അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസോ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരാൾക്കോ 2 പേർക്കോ അങ്ങനെ സംഭവിച്ചതല്ല. ഇതൊരു ചെയിനാണ്. ഇതിൻ്റെ പിറകെ കുറേ പേരുണ്ട്. ഇപ്പോൾ ഈ 2 പേരാണെങ്കിൽ ഇതുപോലെ 10, 20, 100 കാണും. നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പം ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സൈബർ ക്രൈമിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അത് പോരാഞ്ഞിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് റിസർച്ച് ചെയ്യും. ഇവരെങ്ങനെ പോയാലും ഒരു വിത്തിൻ 1 month ഇവരെ പിടിക്കാനുള്ള എന്തായാലും മൂവ് നമ്മളെടുക്കും. സോ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇങ്ങനെ എന്തെങ്കിലും പണിയിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.